ഹലോ, നമ്മളിനി കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dy/dx is equal to a function of x, അല്ലെങ്കിൽ d²y/dx² is equal to a function of x and y. ഈ ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അതിൽ സാധാരണഗതിയിൽ അതിനെ പറയുന്ന പേര് റുഞ്ചക്കുട്ട മെത്തേഡ്. അതിൽ നാല് ഓർഡർ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ റുഞ്ചക്കുട്ട മെത്തേഡ് എന്ന് പറയുന്നതാണ് ഓയിലർ മെത്തേഡ്. ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആ dy/dx is equal to f of x ആണെങ്കിൽ f of xy ആണെങ്കിൽ ആ dy/dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ്. ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇനീഷ്യൽ വാല്യൂ വേണം. അപ്പോൾ സം അറ്റ് എക്സ് ഈക്വൽ ടു സം വാല്യൂ, വൈ ഈസ് ഈക്വൽ ടു സം സ്റ്റാർട്ടിംഗ് വാല്യൂ. അപ്പോൾ ഇതിനെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബൗണ്ടറി വാല്യൂവിലാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് അറ്റ് സം എക്സ് ഇസ് ഈക്വൽ ടു സം വാല്യൂ, വൈയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ ഈ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിനെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഓയിലർ മെത്തേഡ് ആദ്യം, അത് കഴിഞ്ഞ് റുഞ്ചക്കുട്ട മെത്തേഡോ സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമുക്കതിൽ ഓയിലർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് നോക്കാം. അതായത് ഓയിലർ മെത്തേഡ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ് ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബട്ട് വിത്ത് ലോവർ ആക്യുറസി. അപ്പോൾ റുഞ്ചക്കുട്ട ഓർഡർ, അതിൻ്റെ സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ ഒക്കെ ആകുമ്പോഴേക്ക് ആക്യുറസി കൂടി വരും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആക്യുറസി ഉള്ള സൊല്യൂഷൻ, ന്യൂമറിക്കൽ സൊല്യൂഷൻ മെത്തേഡാണ് ഓയിലർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാ, dy/dx ഈക്വൽ ടു f of xy എന്ന രൂപത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എടുക്കുകയാണെങ്കിൽ y of x ന്റെ അറൌണ്ട് x ഈക്വൽ ടു x0, ഈ dy/dx എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് y of x എടുക്കാം. അപ്പോൾ y of x is equal to y of x0 plus x minus x0 into y prime എന്ന് വെച്ചാൽ dy/dx minus plus x minus x square, x minus x0 all square divided by 2 factorial y double prime and so on. ഇതിലെ ഹയർ ടേംസ്, സെക്കൻഡ് ഓർഡർ ടേം മുതലെല്ലാം നെഗ്ലക്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: y of x is equal to y of x0 plus x minus x0 into y prime of x0 equal to y of x0 plus നമുക്ക് അറിയാം, നമ്മൾ തന്നിട്ടുണ്ട് f of x y of x എന്ന് പറയുന്നത് dy/dx ആണ്. dy/dx y പ്രൈം എന്ന് പറയുന്നത് y പ്രൈം എന്ന് പറഞ്ഞാൽ dy/dx ആണ്, ഈക്വൽ ടു f of xy ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ y of x0 plus x minus x0 into f of x0 y0 എന്ന് എഴുതാം. അപ്പോൾ x0ന്റെ അടുത്തുള്ള x1 is equal to x1 minus x0 is equal to h വരുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ x1 is equal to x0 plus h വരുന്ന വിധത്തിലുള്ള അടുത്ത ഒരു x1ലെ y വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. y of x1 അല്ലെ y1 is equal to y of x1 is equal to y of x0 plus x1 minus x0 into f of x0 y0. അപ്പോൾ y of x1 is equal to y of x0 plus h into x1 minus x0 is equal to h from here, h into f of x0 y0. ഇത് കിട്ടിക്കഴിഞ്ഞാൽ y അത് x1ലുള്ള yയുടെ വാല്യൂ y1 at x1 അടുത്ത സ്റ്റെപ്പ് കിട്ടി. ഇനി ഇത് നമുക്ക് അടുത്ത x2 കാണാം, x2നുള്ള y2 കാണാം. അപ്പം
ഇതിൽ നിന്ന് ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. y of x2 അല്ലെങ്കിൽ y2 is equal to y of x1 plus h into f of x1 y1. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ എക്സ് ഓഫ് ഐ പ്ലസ് 1 is equal to xi plus h-ന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ yi plus 1 is equal to yi plus h into f of xi yi എന്ന് എഴുതാം. ഈ ഫോർമുലയാണ് ഓയിലർ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓയിലർ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ഫ്രം ആൻ ഇനീഷ്യൽ വാല്യൂ വി ക്യാൻ റീച്ച് ദ റിക്വയർഡ് എക്സ് വാല്യൂ കറസ്പോണ്ടിങ് ടു എഫ് ഓഫ് എക്സ് ബൈ സ്റ്റെപ്പ് ചേഞ്ചിങ്. ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ dy by dx equal to 3x square plus 1 ആണെന്ന് വിചാരിക്കാം. dy by dx equal to 3x square plus 1. ഇതിൽ തന്നിരിക്കുന്നു x is equal to y is equal to 2 when x equal to 1. Solve it for x is equal to 2. ഇത് നമ്മൾ സാധാരണഗതിയിൽ അനലിറ്റിക്കൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇതിന്റെ dx-നെ ഈ ഭാഗത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ x മാത്രമേ ഉള്ളൂ. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ 3x square plus 1 ഇതിൽ x മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് എക്സ് മാത്രമേ ഉള്ളതുകൊണ്ട് ഈ ഡി എക്സിനെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം dy is equal to 3x square plus 1 into dx. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ y is equal to integral 3x square plus 1 dx. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 3x cube by 3 plus x plus c. അതിൽ ഈ c ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ when x equal to 1 y is equal to 2 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. y is equal to x cube plus x plus c. At x equal to 1 y equal to 1 x cube എന്ന് പറഞ്ഞാൽ 1 cube 1 plus x1 plus c is equal to 2. അപ്പോൾ 2 plus c equal to 2 എന്ന് എഴുതും, അല്ലെങ്കിൽ c is equal to 0 എന്ന് എഴുതാം. അപ്പോൾ therefore നമുക്ക് എഴുതാം y is equal to x cube plus x. ഇത് നമ്മുടെ y-യുടെ അറ്റ് എക്സ് ഈക്വൽ ടു 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 2-ൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 10 ആണ് വരാം. ഇത് ഞാൻ എഴുതി തെറ്റിയിട്ടുണ്ട്. y ഇസ് ഈക്വൽ ടു 8 പ്ലസ് 2 10 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് കിട്ടേണ്ട ആൻസർ, കറക്റ്റ് ആൻസർ അനാലിറ്റിക്കൽ മെത്തേഡിൽ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 10 ആണ്. ഇത് നമ്മൾ ഓയിലർ മെത്തേഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്താൽ എങ്ങനെ എടുക്കും? അതിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് സൈസ് 0.25 എന്നെടുക്കാന്ന് വിചാരിക്കാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. അടുത്ത സ്റ്റെപ്പ് 1.25-ന്, അടുത്തത് അപ്പോൾ x1 എന്ന് പറയുന്നത് 1.25, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1 നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് x2 is equal to 1.5, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y2 കണ്ടുപിടിക്കും. y3 is equal to 1.75, അതിന് കറസ്പോണ്ടിങ് y3 കണ്ടുപിടിക്കും. and x4 is equal to 2, അതിന് y4. ഇതാണ് y4 എത്തുമ്പോഴേക്കും നമ്മുടെ നമുക്ക് വേണ്ട റിസൾട്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ഹൈറ്റ് 0.25 എടുത്തിട്ടാണ് ചെയ്യണത്. f of x is equal to 3x square plus 1, x0 is equal to 1, y0 is equal to 2. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. x0 equal to 1, y0 is equal to 2. അതിൽ നിന്ന് y1 is equal to നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y0 plus h into f of x0 y0 equal to y of 1.25. നമ്മളിവിടെ y-യുടെ വാല്യൂ ഇതാണ് y. y 1.25 is equal to 2 into 0.25 into 3 into 4 equal to 3 എന്ന് കിട്ടും. ഇത് ചെയ്ത് നമുക്ക് 3 എന്ന് കിട്ടും. അടുത്തത് y2 is equal to അത് എക്സ് ഓഫ് y of 1.5. നമ്മൾ നേരത്തെ y1 എന്ന് പറഞ്ഞാൽ y of 1.25 ആയിരുന്നു. ഇത് 1.5 ഈക്വൽ ടു എന്താണ് y0 പ്ലസ് h, y1 പ്ലസ് അടുത്തത് കിട്ടുക y1 പ്ലസ് h of x1 y1. അപ്പോൾ 3 പ്ലസ് 0.25 ഇൻറ്റു h ഇൻറ്റു 3 into 1.25 square plus 1 f of x is equal to 4.4218 എന്ന് കേട്ടോ. അടുത്ത നമ്മൾ y of 1.75 കണ്ടുപിടിക്കുന്നു. അത് ഈക്വൽ ടു
y2 plus on h into f of x2. f of x2 equal to 3 into 1.5 square plus 1 is equal to 6 point. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ y4 is equal to 2 കിട്ടും. അത് 8.9062 എന്നാണ് ഓയിലർ മെത്തേഡിൽ സ്റ്റെപ്പ് ഹൈറ്റ് 0.25 വെച്ചിട്ട് നമുക്ക് കിട്ടാം. ഇത് നമ്മൾ കൈയോട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് സ്റ്റെപ്പ് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് പിന്നെ വളരെ കൂടുതലായതുകൊണ്ട് ആകെ 4 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഇതിന് ഒരുപാട് എറർ വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട ആൻസർ 10 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 8.9 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓയിലർ മെത്തേഡ് ഇതിന്റെ സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആൻസർ കിട്ടും. അത് നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം. ഇത് കൈകൊണ്ട് ചെയ്യുന്നത് tedious ആണ്. ഇത് 4 സ്റ്റെപ്പിൽ ചെയ്യും. ഇനി ഇത് തന്നെ നമ്മൾ റുഞ്ചക്കുട്ട മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ സോറി അത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തതായി ഇതിന്റെ ഒരു പ്രോഗ്രാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ dy by dx. dy by dx equal to f of xy. അപ്പോൾ അതിൽ f of xy എന്ന് പറയുന്നത് നമ്മൾ dy by dx equal to 3x square plus 1 y is equal to 3x square plus 1 return y. ഈ y എന്ന് പറയുന്നത് നമ്മളുടെ ഈക്വേഷനിലെ y അല്ല, ദിസ് ഇസ് സം f ആണ്. കാരണം അത് കൺഫ്യൂഷൻ ആവരുത്. ദിസ് ഇസ് നോട്ട് സൊല്യൂഷൻ ഓഫ് y. ഇത് ഇവിടെ ഒരു ഡമ്മി വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് റിട്ടേൺ വൈ. അപ്പൊ ഇതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി മാത്രം വൈ എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും വാല്യൂ കൊടുത്താലും എഫ് എന്ന് കൊടുത്താലും മതി. അപ്പൊ ഇതിൽ നമ്മൾ പിന്നെ ഇത് കൺഫ്യൂഷൻ ആകരുത്. ഇത് വൈ എന്നുള്ള സൊല്യൂഷൻ അല്ല, ഡി എഫ് ബൈ ഡി എക്സ്. അപ്പോൾ y1 എന്നോ y എന്തെങ്കിലും കൊടുത്താൽ മതി. y1 is equal to റിട്ടേൺ ബൈ y. അടുത്തതായി നമുക്ക് എന്ത് വേണം? ഇനീഷ്യൽ വാല്യൂ ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കണം. എക്സിന്റെ ഇനീഷ്യൽ വാല്യൂ x0, വൈയുടെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ y0 ഇനീഷ്യൽ വാല്യൂ ആയിട്ട് എടുക്കണം. പിന്നെ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് ഓഫ് എവിടെയാണോ എവിടുത്തെ സൊല്യൂഷൻ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. പിന്നെ എച്ച് സ്റ്റെപ്പ് ഹൈറ്റ് എത്ര കൊടുക്കുന്നു? നമ്മളിപ്പോൾ ഉള്ളത് 0.25 ആണ്. വൈൽ അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പ്രോഗ്രാമാണ് വൈൽ എക്സ് ലെസ് ദാൻ എക്സ് എഫ്. ഇഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് എഫ്, എക്സ് പ്ലസ് എച്ച് എക്സ് എഫിനേക്കാൾ കൂടുതലായാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ വൈൽ എക്സ് ലെസ് ദാൻ എക്സ് എഫ്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു എക്സ് പ്ലസ് എച്ച്, ഒരു എച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എവിടെയാവും. അപ്പൊ എക്സ് എഫിനേക്കാൾ മുകളിൽ എത്തുകയാണെങ്കിൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ y is equal to y plus h into fxy. fxy എന്നാണ് നമ്മൾ ഇവിടുത്തെ. അപ്പൊ ഈ വൈയും ആ വൈയും കൂടി കൺഫ്യൂഷൻ ആവരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഉപയോഗിക്കുന്ന y ആണ് നമ്മുടെ സൊല്യൂഷനിലേക്കുള്ള പോകുന്ന y. ഇത് ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്. എക്സിന്റെ വാല്യൂ അടുത്ത എക്സ് പ്ലസ് എച്ച് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ് എക്സിന്റെ സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എഫ് എത്തുമ്പോൾ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് എഫ് അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് എത്തുമ്പോൾ ഈ ഇത് കഴിയും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കിട്ടും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അത് ഇനി റുഞ്ചക്കുട്ട മെത്തേഡ് നോക്കാം. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഓയിലർ മെത്തേഡ് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് ഹയർ മെത്തേഡ് റുഞ്ചക്കുട്ട മെത്തേഡിന്റെ സെക്കൻഡ് ഓർഡർ. ഓയിലർ മെത്തേഡ് ഈസ് കോൾഡ് റുഞ്ചക്കുട്ട മെത്തേഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ. ഇതിനെ പറയുന്ന പേരാണ് ഹ്യൂൻസ് മെത്തേഡ് എന്ന് പറയും. ഹ്യൂൻസ് മെത്തേഡ് HEUN ഹ്യൂൻസ് മെത്തേഡ്. റുഞ്ചക്കുട്ട മെത്തേഡ് ഓഫ് സെക്കൻഡ് ഓർഡർ. അപ്പൊ നമ്മൾ ഇത് വെച്ചാൽ ഓയിലർ മെത്തേഡിൽ നമ്മൾ ചെയ്തത് yi plus 1 is equal to yi plus m into h, where m is the slope, like dy by dx. ഇതാണ് നമ്മൾ ചെയ്തത്. Where m is equal to f of xy is equal to dy by dx, the slope of the function y of x at xi എന്നുള്ള പോയിന്റിൽ ഉള്ള സ്ലോപ്പ് ആണിത്. In this method, the slope at one point is taken for evaluating next value. അപ്പോൾ ഒരു സ്ലോപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് അടുത്ത വാല്യൂയിലേക്ക് പോവുക ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സ്ലോപ്പ് അറ്റ് വൺ പോയിന്റ് നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് സീറോയിലുള്ള എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോയിലുള്ള ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് കണ്ട് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് എത്താൻ. ഇതിനേക്കാൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആവാൻ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ് സീറോയിലുള്ള സ്ലോപ്പും എക്സ് വണ്ണിലുള്ള സ്ലോപ്പും കണ്ടുപിടിച്ച് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ട്
ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആവും. അതായത് സ്ലോപ്പ് അറ്റ് x0 ആൻഡ് സ്ലോപ്പ് അറ്റ് x1 രണ്ടും കൂടി എടുത്തിട്ട് അതിന്റെ ആവറേജ് സ്ലോപ്പ് എടുത്തിട്ട് അതിനെ ഓയിലർ മെത്തഡിലെ അതേ ഫോർമുല തന്നെ ആ സ്ലോപ്പിന്റെ സ്ഥാനത്ത് m1 ആക്കി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതാണ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. In this method, the slope at one point is taken for evaluating next value. ഇത് Euler method. Instead of slope at one point, we can take slope at different points and average of these is to proceed to next step. Used to proceed to next step. In the second order slope at 2 point in the second order slope at 2 points are considered. By Euler method, yi plus 1 is equal to yi plus m1 into h, where m1 is equal to slope dy by dx. Instead of m1, if we take m1 plus m2 by 2, where m2 is the slope at xi plus 1, next step, the equation becomes yi plus 1 is equal to yi plus f of xi yi plus f of xi plus 1 yi plus 1 into h by 2 into h. But the point xi plus 1 yi plus 1 is still unknown. നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് കണ്ടുപിടിച്ചിട്ട് വേണം അവിടേക്ക് എത്താൻ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? സോ വി ഫൈൻഡ് ദ സ്ലോപ്പ് ബൈ എക്സ്ട്രാപോളേഷൻ ഉപയോഗിക്കും. അപ്പൊ xi plus 1 is equal to xi plus h. ഇത് xi plus 1 is equal to xi plus h. And yi plus 1 is equal to yi plus h into f of xi yi. Substituting these in the above equation, yi plus 1 is equal to yi plus f of xi yi plus f of xi plus h plus and yi plus h of xi yi by 2 into h. നമുക്ക് let h into f of xi yi അല്ലെങ്കിൽ x0 y0 first point equal to k1, h into f of xi plus h and yi plus h into f of xi yi equal to k2 എന്ന് എടുക്കുകയാണെങ്കിൽ k2 equal to നമുക്ക് എഴുതാം hf into xi plus h and yi plus k1. അപ്പൊ ഇവിടെ ആദ്യം k1 കണ്ടു, ആ k1 കണ്ടിട്ട് അത് ഉപയോഗിച്ച് k2 കണ്ടു, അത് കഴിഞ്ഞിട്ട് yi plus 1 is equal to yi plus k1 plus k2 by 2. ഇതാണ് സെക്കൻഡ് ഓർഡർ റുഞ്ച-കുട്ട ഇക്വേഷൻ. ഇതിനെ ഞാൻ പറഞ്ഞു നേരത്തെ ഹ്യൂൻസ് മെത്തേഡ് എന്ന് പറയും. ഇൻ ദിസ്, if k1 is to predict the next term and k2 is to correct the predicted term, so it is called predictor corrector method എന്നും പറയും. റുഞ്ച-കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡിനെ പ്രെഡിക്ടർ കറക്റ്റർ എന്ന് മെത്തേഡ് എന്ന് പറയും. കാരണം k1 ഒരു സ്ലോപ്പ് അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ടേമിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. k2 എന്ന് പറയുന്നത് ഈ പ്രെഡിക്ടറിനെ കറക്റ്റ് ചെയ്യുന്ന ടേമാണ്. അപ്പൊ k1 ആൻഡ് k2 പ്രെഡിക്ടർ ആൻഡ് കറക്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനെ പ്രെഡിക്ടർ കറക്റ്റർ മെത്തേഡ് എന്ന് പറയും. ഇതിന്റെ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഇതിങ്ങനെ എഴുതാം. പ്രോഗ്രാം അപ്പൊ നമ്മുടെ ഇതാണ് f of xy എന്ന് പറയുന്നതാണ് dy by dx. അപ്പൊ ഇവിടെ definition of function f of xy, y is equal to ഇത് അതെ കൺഫ്യൂഷൻ ആവരുത്, ദിസ് ഇസ് y അല്ല സം f എന്ന് എഴുതാൻ നല്ലത്. ഇത് ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതി ഈ 2y by x എന്നുള്ളത് പകരം നമുക്ക് നേരത്തെ ഇക്വേഷൻ തന്നെ എഴുതാം. റിട്ടേൺ f അല്ലെങ്കിൽ y1 x equal to input, y is equal to input, അത് ഇനീഷ്യൽ വാല്യൂസ് രണ്ടും. പിന്നെ നേരത്തെ പോലെ തന്നെ x of is the final value where we have to find out the solution. h is input, step size input ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷന് ചെറിയൊരു വ്യത്യാസം, while x is less than or equal to fx അല്ല, ഇത് xf ആണ്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്. x less than fx, sorry xf. If x plus h, നേരത്തെ അതേ പിന്നെ ടേംസ് തന്നെയാണ് അതൊക്കെ, x plus h greater than xf, break. അല്ലെങ്കിലോ if x plus h is less than xf or equal to xf,
k1 is equal to h into f of xy. നമ്മൾ ഇവിടുന്ന് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. k2 is equal to h into f x plus h y plus k. ഇവിടുത്തെ y plus k. y is equal to y plus y-യുടെ വാല്യൂ നമ്മൾ കറക്റ്റ് ചെയ്യും. k1 plus k2/2 ആണ് കറക്റ്റ്. അടുത്ത x equal to x plus h എടുത്തു, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത x plus h എടുത്തു, ഇത് റിപ്പീറ്റ് ചെയ്ത് എത്ര വരെയാണ് എക്സിന്റെ വാല്യൂ xf-നേക്കാൾ കൂടുതലാവുന്നത് വരെ ഇത് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവിടെ നമുക്ക് അവസാനം x ഗ്രേറ്റർ ദാൻ xf വരുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടും. അത് നമുക്ക് പ്രിന്റ് കിട്ടും. ഇത് നമ്മൾ ഈ ഇതിനെ നമുക്കൊന്ന് ഓയിലർ മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓയിലർ മെത്തേഡിനെ ഇതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ട് ഡെഫിനിഷൻ f of xy is equal to y is equal to this thing റിട്ടേൺ ഓഫ്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഇവിടെ y1 എന്നാക്കാം, ഇവിടെ y1 എന്നാക്കാം, കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ എക്സ് ഇൻപുട്ട്, y ഇൻപുട്ട്, എക്സ് ഓഫ് ഇൻപുട്ട്, പിന്നെ h is the step height. ഇത് പിന്നെ ആ പ്രോഗ്രാം ഇതുപോലെ എഴുതി നമ്മളിവിടെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇനിഷ്യൽ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ആ സമയത്ത് വൈയുടെ വാല്യൂ ഈക്വൽ ടു 2. നമ്മൾ കാണേണ്ടത് എക്സിന്റെ വാല്യൂ ഓഫ് 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് കണ്ടത്. അതിന്റെ സ്റ്റെപ്പ് ഹൈറ്റ് ഈസ് 0.25 എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഈ കാൽക്കുലേഷൻ മുഴുവൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ 8.90625 എന്ന വാല്യൂ കിട്ടി. ഇത് നമുക്ക് കിട്ടേണ്ടത് ഞാൻ പറഞ്ഞത് നമുക്ക് 10 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഈ സ്റ്റെപ്പ് ഹൈറ്റ് 0.25 എന്നെടുക്കുമ്പോൾ അവിടെ ഒരു എറർ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് ഹൈറ്റ് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ 1, അതിന്റെ y വാല്യൂ 2. നമുക്ക് കാണേണ്ടത് y ഈക്വൽ ടു x ഈക്വൽ ടു 2-ലെ y വാല്യൂ കാണണം 2. ആൻഡ് സ്റ്റെപ്പ് ഹൈറ്റ് നമ്മൾ 0.00 സ്റ്റെപ്പ് ഹൈറ്റ് വളരെ അങ്ങ് കുറച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കൂ, 9.9999 വന്നില്ലേ? ഇതാണ് നമ്മൾ കറക്റ്റ് ആണ്, നമുക്ക് 10 ആണ് കിട്ടേണ്ടത്. ഇനിയും സ്റ്റെപ്പ് ഹൈറ്റ് കുറച്ചാൽ ഇനിയും ചിലപ്പോൾ ആക്യുറേറ്റ് ആവാം. അപ്പൊ ഇനിയും സ്റ്റെപ്പ് ഹൈറ്റ് കുറയ്ക്കുകയാണെങ്കിൽ 1, 2, 2, 0. പക്ഷെ സ്റ്റെപ്പ് ഹൈറ്റ് കുറയ്ക്കുന്നതോറും എന്തുണ്ടാവും വെച്ചാൽ കൂടുതൽ സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. കണ്ടത് വാല്യൂ ഇത് നമുക്ക് ഇത് നോക്കണ്ട, അത് കുറേ സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമുക്ക് അതിന് നിൽക്കണ്ട. ഇനി നമുക്ക് റുഞ്ചക്കുട്ട മെത്തേഡിൽ ഇതേ പ്രോഗ്രാം നമ്മൾ ആ പ്രോഗ്രാം എഴുതിയത് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ 1, 2, 2.25 ഇവിടെ നമുക്ക് കിട്ടിയ 10. ഈ റുഞ്ചക്കുട്ട മെത്തേഡിൽ തന്നെ ഈ സ്റ്റെപ്പ് ഹൈറ്റ് ആയിട്ട് പോലും നമുക്ക് മോർ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടി, 10.03 കിട്ടി. മറ്റേ ഓയിലർ മെത്തേഡിൽ നമുക്ക് കിട്ടിയ 8.9 ആയിരുന്നു. അത് വളരെ വ്യത്യാസമായിരുന്നു. നമുക്ക് കിട്ടേണ്ട ആൻസർ 10 ആണ് നമ്മളെ കറക്റ്റ് ആൻസർ നമുക്കറിയാം. അപ്പൊ ഇതന്നെ ഒന്നുകൂടി സ്റ്റെപ്പ് ഹൈറ്റ് ഒന്ന് കുറച്ച് നോക്കാം. അപ്പൊ വീണ്ടും ആക്യുറേറ്റ് ആവേണ്ടതാണ്. 1, 2, 2, 0.001 സ്റ്റെപ്പ് ഹൈറ്റ് എടുത്ത് നോക്കാം. 10 പോയിന്റ് കറക്റ്റ് വാല്യൂ വരുന്നു. അപ്പൊ റുഞ്ചക്കുട്ട മെത്തേഡ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ഓയിലർ മെത്തേഡ്. ഇനി നമുക്ക് ഇതിന്റെ റുഞ്ചക്കുട്ട മെത്തേഡിന്റെ 4th ഓർഡർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടും. അപ്പൊ ഇതിന്റെ ഇതില് റുഞ്ചക്കുട്ട മെത്തേഡിന്റെ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ 4 സ്റ്റെപ്പായിട്ടാണ് വരിക. 0.25 വെച്ചിട്ട് 0.25 സ്റ്റെപ്പ് ഹൈറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്യാം. 10.030937 കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ന്യൂമറിക്കൽ മെത്തേഡ്സിനെ പിന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഓയിലർ മെത്തേഡ് ആൻഡ് റുഞ്ചക്കുട്ട മെത്തേഡ് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ.